സംസ്ഥാനത്തെ ബാങ്കുകൾ കറൻസി ഇല്ലാതെ ഗുരുതര പ്രതിസന്ധിയിലേക്കാണ്. സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസിനും കളക്ടർമാർക്കും ബാങ്ക് അധികൃതർ കത്ത് നൽകി. പണമില്ലാത്തതിനാൽ ഉപഭോക്താക്കൾ അക്രമാസക്തമായേക്കുമെന്നും ബാങ്കുകൾ പറഞ്ഞു. സർക്കാർ ജീവനക്കാരുടെ മുഴുവൻ ശമ്പളവും അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. നോട്ട് പ്രതിസന്ധി മൂലം ആഴ്ചയിൽ 24,000 രൂപ മാത്രമേ പിൻവലിക്കാനാകൂ. വിശദാംശങ്ങളുമായി ശ്രീജ ചേരുന്നു. ഷീജ, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്? ശമ്പളവും പെൻഷനും നാളെ തന്നെ ലഭിക്കുന്ന സാഹചര്യമാണോ? വാർത്തയുടെ വിശദാംശങ്ങൾ. ധന്യ, വലിയ പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാനം നേരിടുന്നത് എന്ന് തന്നെയാണ് സംസ്ഥാന ധനമന്ത്രി ടി.എം. തോമസ് ഐസക് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പ്രധാനമായും ഇന്നിപ്പോൾ RBIയുടെയും അതോടൊപ്പം തന്നെ മറ്റ് ബാങ്ക് പ്രതിനിധികളുടെയും യോഗം സംസ്ഥാന സർക്കാർ ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും RBI വൃത്തങ്ങൾ സർക്കാരിനോട് വ്യക്തമാക്കിയത് 24,000 രൂപയിൽ കൂടുതൽ ഏതായാലും പിൻവലിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന നിലവിൽ സംസ്ഥാനത്തെ മുഴുവൻ ജീവനക്കാർക്കും നാളെ ശമ്പളം നൽകേണ്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യമായ കറൻസി ഏതായാലും സർക്കാരിൽ പ്രത്യേകിച്ചും ട്രഷറിയിലും ബാങ്കുകളിലും ഇല്ല എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കിയത്. ഇതിന് ആവശ്യമായ പണം, അതായത് ഒരു 1000 കോടിയുടെ കറൻസിയെങ്കിലും സംസ്ഥാനത്തെ ട്രഷറികളിലും ബാങ്കുകളിലുമായി നൽകേണ്ടതുണ്ട്. ഇതിന് എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും ഈ യോഗത്തിലും അതിന് മുന്നോടിയായും RBIയോടും ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ശമ്പളവും പെൻഷനും ഏതായാലും നാളെ എല്ലാ ജീവനക്കാർക്കും എത്തുന്നതായിരിക്കും. പക്ഷെ പിൻവലിക്കുന്നത് 24,000 രൂപയിൽ കൂടുതൽ പിൻവലിക്കാനുള്ളൊരു ആ പരിധി ഉയർത്താനായി ഏതായാലും RBI തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും മാത്രമേ പിൻവലിക്കാൻ സാധിക്കൂ എന്നൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ ട്രഷറികളിലും ബാങ്കുകളിലുമായി പണം ലഭിക്കുന്നത് ഉച്ചയോടുകൂടി മാത്രമേ എല്ലാം ശരിയായി വരികയുള്ളൂ. അതുകൊണ്ട് ജീവനക്കാർ എല്ലാവരും അതിനുശേഷം പണം പിൻവലിക്കാൻ പോയാൽ മതി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരോടായി ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും 24,000 കോടി രൂപയാണ് ഇത്തരത്തിൽ ശമ്പളത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് ആവശ്യമുള്ളത്. ഇതിൽ ട്രഷറിക്ക് 1,200 കോടി രൂപയും ബാങ്കുകൾക്ക് 1,200 കോടി രൂപയുമാണ് വേണ്ടിവരിക. എന്നാൽ 1,000 കോടി രൂപ നൽകാനാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്തിന് RBI തയ്യാറായിരിക്കുന്നത്. ഇത് 500 കോടി രൂപ ട്രഷറിക്കും 500 കോടി രൂപ ബാങ്കുകൾക്കുമായി നൽകുന്നതായിരിക്കും. ഏതായാലും ഇത്തരത്തിലൊരു തീരുമാനം ഈ നോട്ട് പ്രതിസന്ധിക്കിടയാക്കിയിട്ടുള്ള ഒരു തീരുമാനം അത് തീർത്തും അവധാനതയോടുകൂടി അല്ലാത്തതാണ് എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിസന്ധി ഇനി കൂടുതൽ രൂക്ഷമാകാൻ പോകുന്നതേ ഉള്ളൂ എന്നും ധനമന്ത്രി വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ചും ഈ മാസം അവസാനം പ്രത്യേകിച്ചും ഉത്സവ സീസണുകൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രതികൂലമായി ഉത്സവ വിപണികളെ ബാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരുമാന നഷ്ടവും വലിയ തോതിൽ തന്നെ സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകും. അത് പ്രതിഫലിക്കുക അടുത്ത മാസത്തെ ശമ്പളത്തിലാകും. അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ തന്നെയാകും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകാൻ പോകുന്നത്. കയ്യിൽ ആവശ്യത്തിന് കറൻസി ഉണ്ടെങ്കിൽ പോലും സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയാകും. അത് അടുത്ത മാസം സംജാതമാകും. പ്രത്യേകിച്ചും അടുത്ത മാസം എന്ന് പറയുമ്പോൾ ഈ ഡിസംബറിലെ വരുമാനത്തിന് ശേഷമുള്ള ജനുവരിയിലെ ശമ്പളത്തെ ഇത് ഏറെ പ്രതികൂലമായി ബാധിക്കും. ശമ്പളം നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനം പോകും എന്ന് തന്നെയാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഷീജ, ഇത്തരത്തിൽ ശമ്പളവും പെൻഷനും ബാങ്കുകളിൽ തന്നെ നേരിട്ട് ചെന്ന് സ്വീകരിക്കണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഇത് ATMൽ നിന്ന് ലഭിക്കാൻ ഏതെങ്കിലും രീതിയിൽ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് കൂടി. ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ നീങ്ങിയിട്ടില്ല. പ്രത്യേകിച്ചും അതിനായുള്ളൊരു അനുമതി ബാങ്കുകൾക്ക് നൽകാൻ റിസർവ് ബാങ്ക് തയ്യാറായിട്ടില്ല. അവരുടെ നിബന്ധനകൾ അതുപോലെ തന്നെ തുടരുകയാണ്. ആ നിബന്ധനകൾക്ക് മാറ്റം വരുത്താനായി ഇതുവരെയും RBI വൃത്തങ്ങൾ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ചും 24,000 രൂപയാണ് പിൻവലിക്കലിനുള്ള പരിധി. ഈ പരിധി കുറയ്ക്കുക എന്നുള്ളൊരു ആവശ്യമാണ് അവർ സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെച്ചത്. എന്നാൽ അത് അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ആ പരിധി കുറയ്ക്കുവാൻ വേണ്ടി ഏതായാലും സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രി ഈ യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 24,000 രൂപ എന്നുള്ള ഒരു പരിധി ഉയർത്താത്തത്. അതുകൊണ്ട് ഏതായാലും ബാങ്കുകൾ മുഖേന മാത്രമേ, ബാങ്കുകളിലും ട്രഷറികളിലും എത്തി മാത്രമേ ജീവനക്കാർക്ക് ഈ തുക കൈപ്പറ്റാൻ സാധിക്കുകയുള്ളൂ. ATM മുഖേന ഈ പണം എടുക്കുക എന്നുള്ളത് അസാധ്യം തന്നെയാകും. അതുകൊണ്ട് ശമ്പളം എടുക്കേണ്ടവർക്ക് നേരിട്ട് ബാങ്കുകളിൽ തന്നെ ചെന്ന്, അതായത് നമ്മൾ വീണ്ടും നാളെ മുതൽ വലിയൊരു ക്യൂവിനെ ആയിരിക്കും സംസ്ഥാനം ഉൾപ്പെടെ കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നേരിടേണ്ടി വരിക. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ശമ്പളം എടുക്കുവാൻ വേണ്ടി വലിയ ക്യൂ തന്നെയായിരിക്കും നാളെ മുതൽ ബാങ്കുകൾക്ക് മുന്നിൽ നേരിടേണ്ടി വരിക. ശ്രീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. റിസർവ് ബാങ്കിന്റെ പൂർണ്ണ നിയന്ത്രണം അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹകരണ ബാങ്കുകൾ പിടിച്ചെടുക്കാൻ അനുവദിക്കില്ലെന്നും
സഹകരണ മേഖലയുടെ പ്രവർത്തനം സുതാര്യമാണെന്നും പരിശോധനകൾ ഏതു രീതിയിലും തടഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനതല ബാങ്കുകൾ ജില്ലാ ബാങ്കുകളെ സഹായിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. RBIയുടെ നിയന്ത്രണം അംഗീകരിക്കാതിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥാപനങ്ങളെല്ലാം കുത്തഴിഞ്ഞ മട്ടിലാണ്. RBI എന്നത് നമ്മുടെ രാജ്യത്തുണ്ടായത് പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടുത്തെ സഹകരണ സംഘങ്ങൾ നിലനിൽക്കുന്നത് നിയമസഭ പാസ്സാക്കിയ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ സഹകരണ സംഘങ്ങളെ ആകെ നിയന്ത്രിക്കാൻ RBI വരുമ്പോൾ അതിൻ്റെ ജനായത്ത രീതി നഷ്ടപ്പെട്ടു. അപ്പോൾ സഹകരണ മേഖല സുതാര്യമായി നടക്കുന്നൊരു മേഖലയാണ്. അത് ജനങ്ങളുടെ പൂർണ്ണ വിശ്വാസം നേടിയിട്ടുള്ളൊരു മേഖലയാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ രീതിയിൽ വിജയിച്ചു വരാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ജില്ലാ ബാങ്കുകളെ സഹായിക്കാൻ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് തയ്യാറാണ്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇതിൻ്റെ പൂർണ്ണമായ ലീഡർഷിപ്പ് എടുക്കണം. ഇപ്പോൾ ഉള്ള ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് നേതൃത്വപരമായ നിലപാട് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് കൈക്കൊള്ളും. സംസ്ഥാനത്തെ ബാങ്കുകൾ കറൻസി ഇല്ലാതെ ഗുരുതര പ്രതിസന്ധിയിൽ. സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസിനും കലക്ടർമാർക്കും ബാങ്കുകൾ കത്ത് നൽകി. പണമില്ലാത്തതിനാൽ ഉപഭോക്താക്കൾ അക്രമാസക്തരാക്കുമെന്ന് ബാങ്കുകൾ കലക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. നിക്ഷേപം പിൻവലിക്കാൻ എത്തുന്നവർക്ക് നോട്ട് നൽകാനില്ലാത്ത സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ബാങ്കുകളുടെ കത്ത്. കറൻസി ഇല്ലാതെ ബാങ്കുകൾ അടച്ചുപൂട്ടുകയാണെന്നും സംരക്ഷണം വേണമെന്നും സംസ്ഥാനത്തിന്റെ ലീഡ് ബാങ്കായ കാനറ ബാങ്കിന്റെ മാനേജർമാർ ജില്ലാ കളക്ടർമാർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നു. നവംബർ 30 മുതൽ ബ്രാഞ്ചുകളിലേക്ക് പണം വിതരണത്തിന് എത്താത്ത സാഹചര്യത്തിൽ നിക്ഷേപം പിൻവലിക്കുന്നത് മരവിപ്പിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. 1000, 500 രൂപ നോട്ടുകൾ നിരോധിച്ചതിനെ തുടർന്നുണ്ടായ സമ്മർദ്ദം നേരിടാൻ ആവശ്യമായ സംവിധാനമില്ല. റിസർവ് ബാങ്ക് അനുവദിച്ച പരിധിയിലുള്ള 24,000 രൂപയും ഉപഭോക്താക്കൾക്ക് നൽകാനാകുന്നില്ല. ഈ സാഹചര്യത്തിൽ നിക്ഷേപകർ അക്രമാസക്തരായേക്കാം. പോലീസ് സംരക്ഷണം വേണമെന്നാണ് അസോസിയേറ്റ് ബാങ്ക് മാനേജർമാർ കളക്ടർമാർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത്. സംരക്ഷണം ആവശ്യപ്പെട്ട് ബാങ്ക് മാനേജർമാർ നൽകിയ കത്ത് ശമ്പള ദിനത്തിൽ ബാങ്കുകൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. MR സജേഷ്, തിരുവനന്തപുരം. സഹകരണ ബാങ്ക് വായ്പകൾക്ക് 4 മാസത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. മാർച്ച് 31 വരെ ജപ്തി, പിഴ എന്നിവ നിർത്തിവെക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സഹകരണ മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ നാണയവിനിമയത്തിൻ്റെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായ്പകൾ എടുത്തവർക്ക് വായ്പകൾ തിരിച്ചടക്കാൻ നേരിടുന്ന പ്രയാസങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം വിശദമായിട്ട് പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാർച്ച് 31 വരെ 4 മാസക്കാലം വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ജപ്തി നടപടികൾ അതുപോലുള്ള ശിക്ഷണ നടപടികളെല്ലാം തന്നെ നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. 4 മാസക്കാലത്തേക്ക് മൊറട്ടോറിയം ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന നടപടികൾ ഉണ്ടാകില്ലെന്നും കഴമ്പില്ലാത്ത വിമർശനങ്ങൾ കാര്യമാക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർത്തവ്യ നിർവഹണം നീതിപൂർവകവും നിഷ്പക്ഷവുമാക്കണമെന്നും തെറ്റുകൾ വന്നാൽ തിരുത്തലിന് കാലതാമസം ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴമ്പില്ലാത്ത വിമർശനങ്ങളെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ച് അതിൻ്റെ ഭാഗമായി അലോസരപ്പെട്ട് തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ ഒരു തരത്തിലുള്ള അലസതയും ഉണ്ടാകാൻ പാടില്ല എന്നത് പ്രത്യേകമായി തന്നെ കണക്കിലെടുക്കണം. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന ഒരു ശൈലി ഇതാണ്. എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനും ഒരു തരത്തിലുള്ള കാലതാമസവും ഉണ്ടാവില്ല. പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.
നോട്ട് പ്രതിസന്ധിയും നഗ്രോദ ഭീകരാക്രമണവും പാർലമെന്റിന്റെ ഇരുസഭകളെയും പ്രക്ഷുബ്ധമാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. നോട്ട് മാറ്റത്തിൽ വോട്ടിനിട്ട് ചർച്ചയില്ലെന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചുനിന്നു. നഗ്രോദ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യവും കേന്ദ്ര സർക്കാർ തള്ളി. അതേസമയം പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിലെത്തി. കാശ്മീരിലെ നഗ്രോദയിൽ നടന്ന ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കിയത്. സൈനിക പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രതിപക്ഷ ആവശ്യം പരിഗണിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിർത്തിയിൽ ജവാന്മാർ കൊല്ലപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നയം മൂലം രാജ്യത്തിനുള്ളിൽ സാധാരണക്കാരും മരിക്കുന്നതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഭരണ പ്രതിപക്ഷ വാഗ്വാദത്തിലും കാര്യങ്ങൾ നീങ്ങി. നോട്ട് പ്രതിസന്ധിയിൽ വോട്ടിനിട്ട് ചർച്ചയില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാടും ചോദ്യം ചെയ്യപ്പെട്ടു. വോട്ടിന് കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നത് എന്തെന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ചോദ്യം. ബഹളത്തിനിടയിലും തുടർന്ന ചോദ്യോത്തരവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിലെത്തി. വോട്ടില്ലാതെ ചർച്ച എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാമെന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ നിലപാടെടുത്തെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി അത് തള്ളി. രാജ്യസഭയിൽ സമാജ്വാദി നേതാവ് മുലായം സിംഗും കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സ്തംഭനം തുടർന്നാൽ സഭ പിരിച്ചുവിടേണ്ടി വരുമെന്ന് ഉപാധ്യക്ഷൻ PJ കുര്യൻ പലതവണ അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കുഴൽപ്പണ ഇടപാടുകാരൻ കോടാലി ശ്രീധരന്റെ മകനെ തട്ടിക്കൊണ്ടുപോയ സംഭവം വഴിത്തിരിവിലേക്ക്. ആദ്യം തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ നിന്നും അരുണിനെ തട്ടിയെടുത്തത് കോടാലി ശ്രീധരൻ നിയോഗിച്ച സംഘം തന്നെയെന്ന സംശയത്തിലാണ് പോലീസ്. തട്ടിക്കൊണ്ടുപോയ ആദ്യ സംഘത്തെ പൂർണ്ണമായി പിടികൂടുന്നതുവരെ മകനെ ഒളിവിൽ പാർപ്പിക്കാനാണ് ശ്രീധരന്റെ തീരുമാനം. അതേസമയം ശ്രീധരന്റെ മകൻ അരുൺകുമാറിനെ ഡിസംബർ 6-ന് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്ന് ആളെ കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് പോലീസ്. ഈ മാസം 31-നാണ് കുപ്രസിദ്ധ കുഴൽപ്പണ ഇടപാടുകാരനും ഗുണ്ടാ നേതാവുമായ കോടാലി ശ്രീധരന്റെ മകൻ അരുൺകുമാറിനെ കോതമംഗലത്തെ വീട്ടിൽ നിന്നും 8-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. കേസിൽ ഇതുവരെ 4 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ശ്രീധരന്റെ നേതൃത്വത്തിൽ മലപ്പുറം സ്വദേശികളുടെ 4 കോടിയോളം രൂപ തട്ടിയെടുത്തതിന്റെ പ്രതികാരമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇതിനിടെ അരുണിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെയും പ്രതികളിലൊരാൾ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നതിന്റെയും വീഡിയോ പുറത്തുവന്നിരുന്നു. കണ്ണു മൂടിക്കെട്ടിയ അരുണിന്റെ ഇരുവശങ്ങളിലുമായി പോലീസ് പിടിയിലായ കൊടുവള്ളി സ്വദേശികളായ റഫീഖും മുസ്തഫയും ഇരിക്കുന്ന ദൃശ്യമാണ് ആദ്യം പുറത്തുവന്നത്. അരുണിനെ തട്ടിക്കൊണ്ടുവന്ന് മൈസൂരിൽ ഒളിവിൽ പാർപ്പിച്ചെങ്കിലും ഇവിടെ നിന്ന് മറ്റൊരു ഗുണ്ടാസംഘം അരുണിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇത് കേസ് കൂടുതൽ സങ്കീർണമാക്കി. തട്ടിക്കൊണ്ടുപോകൽ സംഘം ചിത്രീകരിച്ച ദൃശ്യം കോടാലി ശ്രീധരന്റെ വീട്ടുകാർക്ക് എങ്ങനെ ലഭിച്ചുവെന്നത് സംബന്ധിച്ച് നിരവധി സംശയങ്ങളാണ് ഉയരുന്നത്. ദൃശ്യം പോലീസിനെ ഏൽപ്പിക്കാൻ വീട്ടുകാർക്ക് നിർദ്ദേശം നൽകിയത് ശ്രീധരനാണെന്നും മകനെ കടത്തിയ സംഘത്തെ കീഴ്പ്പെടുത്തി അവരുടെ ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ ഇയാൾ കൈക്കലാക്കിയതാണെന്നും സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തവർ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ കോടാലി ശ്രീധരനും മകനും ഒളിവിൽ കഴിയുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഡിസംബർ 6-ന് അരുണിനെ ഹാജരാക്കണമെന്ന് ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് ആളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. അതോടൊപ്പം കേസിലുൾപ്പെട്ട മറ്റു പ്രതികൾക്ക് വേണ്ടിയും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും KM ഉമേഷ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ ധരിച്ച് സ്ത്രീകൾ പ്രവേശിക്കുന്നതിന് വിലക്ക് തുടരുന്നു. ചുരിദാർ ധരിക്കാമെന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവ് ഭരണസമിതി ചെയർമാൻ മരവിപ്പിച്ചു. കാലത്തിന്റെ മാറ്റം അംഗീകരിക്കണമെന്നും പ്രതിഷേധത്തിന്റെ ആവശ്യമില്ലെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KN സതീഷ് സ്ത്രീകൾക്ക് ചുരിദാർ ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന ഉത്തരവിറക്കിയത്. ഇതേ തുടർന്ന് ഇന്ന് പുലർച്ചെയോടെ ക്ഷേത്ര ദർശനത്തിനെത്തിയ സ്ത്രീകളിൽ ചുരിദാർ ധരിച്ചവരെ മേൽമുണ്ട് ധരിക്കാതെ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഇതിനെതിരെ ക്ഷേത്ര പരിസരത്ത് ചില ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി. തീരുമാനമില്ല, ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ തീരുമാനത്തിന് അംഗീകരിക്കാനെന്ന് വെച്ചാൽ അത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ എന്നും എതിർത്തുള്ളൂ. ഭക്തജനങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ്, എല്ലാ വിവിധ സംഘടനകൾ ഒരുമിച്ചാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത്. കാര്യം ഇത് ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പ്രതിഷേധക്കാർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നട ഉപരോധിക്കുകയും ചെയ്തു. സംഘടനാ പ്രതിനിധികൾ ഭരണസമിതി ചെയർമാനെ കണ്ടതിനെ തുടർന്നാണ് ജില്ലാ ജഡ്ജി കൂടിയായ ചെയർമാൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവ് തൽക്കാലം മരവിപ്പിക്കാൻ നിർദ്ദേശിച്ചത്. ഇതേ തുടർന്നാണ് പ്രതിഷേധങ്ങൾ അവസാനിച്ചത്. അതേസമയം കാലാകാലങ്ങളായി ക്ഷേത്രത്തിന്റെ ആചാരങ്ങളിൽ വരെ മാറ്റമുണ്ടായിട്ടുണ്ടെന്നും ഇതും അംഗീകരിക്കണമെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. പ്രതിഷേധത്തിന്റെ ആവശ്യമില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട്
ആരാധനാലയങ്ങളിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത്തരമൊരു മാറ്റമാണിപ്പോൾ ശ്രീപത്മനാഭസ്വാമി ടെമ്പിളിൽ കാണുന്നത്. അതിലത്തെ വലിയ പ്രതിഷേധമൊന്നും ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജ്യത്തെ എല്ലാ അമ്പലങ്ങളിലും മാന്യമായി വസ്ത്രം ധരിക്കുന്നതായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ഏതായാലും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇറക്കിയ ഉത്തരവ് മരവിപ്പിച്ച സാഹചര്യം കോടതിയെ അറിയിക്കാനാണ് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ 2 മാസത്തിനകം അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് വിജിലൻസിനോട് കോടതി. അന്തിമ റിപ്പോർട്ട് നൽകാൻ വിജിലൻസ് 4 മാസത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു. ജനുവരി 30-ന് കേസ് വീണ്ടും പരിഗണിക്കും. രാജ്യത്തെ എല്ലാ തിയേറ്ററുകളിലും സിനിമ തുടങ്ങുന്നതിന് മുൻപ് ദേശീയഗാനം അവതരിപ്പിക്കണമെന്ന് സുപ്രീം കോടതി. തിയേറ്ററിനുള്ളിലുള്ളവർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനം പ്രകടിപ്പിക്കണമെന്നും സുപ്രീം കോടതി. ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തരവ് നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ മുഴുവൻ തിയേറ്ററുകളിലും സിനിമ തുടങ്ങും മുമ്പ് നിർബന്ധമായും ദേശീയഗാനം കേൾപ്പിക്കുകയും സ്ക്രീനിൽ ദേശീയ പതാകയുടെ ദൃശ്യം പ്രദർശിപ്പിക്കുകയും ചെയ്തിരിക്കണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. തിയേറ്ററിനുള്ളിലുള്ള മുഴുവൻ ആളുകളും ഈ സമയം എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ദേശീയഗാനം അവഹേളിക്കുന്നത് തടയണമെന്നും ആലപിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് സുപ്രീം കോടതി ഉത്തരവ് ഒരാഴ്ചയ്ക്കുള്ളിൽ നടപ്പാക്കണമെന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര, അമിതാവ് റോയ് എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച നിർദ്ദേശം ചീഫ് സെക്രട്ടറിമാർക്ക് കൈമാറുമെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചു. ദേശീയഗാനവും പതാകയും വാണിജ്യ വിനോദ പരിപാടികൾക്ക് ഉപയോഗിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. തിയേറ്ററുകളിൽ ദേശീയഗാനം വയ്ക്കുന്നതിലെ ശരിതെറ്റുകൾ സംബന്ധിച്ച ചർച്ചകൾ പുതിയ തലത്തിൽ എത്തിച്ചുകൊണ്ടാണ് പരമോന്നത നീതിപീഠത്തിന്റെ തീർപ്പാക്കൽ ഉത്തരവ്. മനുശങ്കരൻ, ന്യൂസ് ബ്യൂറോ, ദില്ലി. തലശ്ശേരി ഫസൽ വധത്തിന് പിന്നിൽ RSS ആണെന്ന് പോലീസ് തന്നെ കൊണ്ട് മർദ്ദിച്ചു പറയിച്ചതാണെന്ന് സുനീഷ് കോടതിയിൽ പറഞ്ഞത് അഭിഭാഷക നിർദ്ദേശപ്രകാരമുള്ള അഭിനയമെന്ന് തെളിയുന്നു. 19-ന് പോലീസ് കസ്റ്റഡിയിൽ നിന്നും ജയിലിലെത്തുമ്പോൾ സുബീഷിന് ശാരീരിക അവശതകളില്ലായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തായി. ഫസൽ വധത്തിന് പിന്നിൽ RSS പ്രവർത്തകരാണെന്നും താൻ ഉൾപ്പെടെയുള്ളവർക്ക് ഫസൽ വധവുമായി ബന്ധമുണ്ടെന്നും പോലീസിൽ മൊഴി നൽകിയ RSS പ്രവർത്തകൻ കുപ്പി സുബീഷിന്റെ 19-ാം തീയതി ജയിലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. 19-ാം തീയതി വരെ മാത്രമാണ് സുബീഷ് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത്. ശാരീരികമായി ജയിലിലെത്തുന്നതുവരെ സുബീഷിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണിത്. 22-ാം തീയതി അഭിഭാഷകൻ സുബീഷിനെ ജയിലിൽ സന്ദർശിച്ച ശേഷം 25-ാം തീയതി കോടതിയിലെത്തിയപ്പോഴായിരുന്നു സുബീഷ് അഭിനയം തുടങ്ങിയത്. തന്നെ പോലീസ് മർദ്ദിച്ചവശനാക്കിയാണ് മൊഴി നൽകിച്ചതെന്നായിരുന്നു കോടതിയിൽ സുബീഷ് പറഞ്ഞത്. മുടന്തിയുള്ള നടത്തവും ഇതിനുശേഷമാണ് തുടങ്ങിയത്. മാധ്യമങ്ങളെയും കോടതിയെയുമെല്ലാം തെറ്റിദ്ധരിപ്പിക്കാനുള്ള നാടകീയ രംഗങ്ങളായിരുന്നു അതെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണിവ. പോലീസ് കസ്റ്റഡിയിൽ 19-ാം തീയതി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോഴും പോലീസിന്റെ നടപടികളിൽ യാതൊരു പരാതികളുമില്ലെന്നായിരുന്നു സുബീഷ് പറഞ്ഞത്. വൈദ്യപരിശോധനാ റിപ്പോർട്ടിലും ശാരീരിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നായിരുന്നു ഫലം. ഇതോടെ സുബീഷിന്റെ മൊഴി പോലീസ് മർദ്ദനം മൂലമാണെന്ന RSS BJP വാദങ്ങളും പൊളിയുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ശബരിമല സന്നിധാനത്ത് വളരെ പ്രാധാന്യമുള്ളതാണ് ഗോശാലയും. അയ്യപ്പന് പാലഭിഷേകത്തിന് വേണ്ട പാല് ഈ ഗോശാലയിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. പശുക്കളിൽ പ്രധാന ഇനം കാസർഗോഡൻ കുള്ളൻ പശുക്കളാണ്. തത്വമസിയെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ സന്നിധാനത്ത് എല്ലാ ജീവജാലങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അയ്യപ്പനെ തൊഴാൻ മാലയിട്ടെത്തുന്ന ഭക്തരോളം തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട് ഈ ഗോശാലയിലെ മിണ്ടാപ്രാണികൾക്കും. വർഷങ്ങൾക്ക് മുമ്പ് പുറത്തുനിന്നുള്ള പാലെത്തിച്ചായിരുന്നു അയ്യപ്പന് പാലഭിഷേകം നടത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സന്നിധാനത്തെ ഗോശാലയിൽ നിന്നുള്ള പശുക്കളിൽ നിന്ന് കറന്നെടുത്ത പാലുപയോഗിച്ചാണ് അയ്യപ്പന് പാലഭിഷേകം. പശുക്കളിൽ പ്രധാന ഇനം കാസർഗോഡൻ കുള്ളൻ പശുക്കളാണ്. 3 പശുക്കളും ഒരു കാളയുമാണ് സന്നിധാനത്തുള്ള കാസർഗോഡൻ കുള്ളൻ ഇനത്തിൽപ്പെട്ടവ. അതിനു പുറമെ 5 ആട്, സങ്കര ഇനത്തിൽപ്പെട്ട 3 പശുക്കൾ, 2 കാളകൾ എന്നിവയും ഗോശാലയിലുണ്ട്. ഇതിനു പുറമെ കുറച്ച് കോഴികളും ഇവിടെയുണ്ട്. കാസർഗോഡ് കുള്ളൻ ഇനത്തിൽപ്പെട്ട ഒരു പശു കഴിഞ്ഞ ദിവസം പ്രസവിച്ചിരുന്നു. തമിഴ്നാട് തേനി സ്വദേശി വേലുച്ചാമിയാണ് കാലങ്ങളായി ഗോശാലയിലെ പശുക്കളുടെ സംരക്ഷകൻ. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.